എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതലിക്കുണ്ട്, ഒരു നാളും വന്നമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതലിക്കുണ്ട്, ഒരു നാളും വന്നമാകില്ല. ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. എന്തും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെ അത് കുറഞ്ഞിട്ടില്ല. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെ അത് കുറഞ്ഞിട്ടില്ല. ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും പറ്റിപ്പോകില്ല. ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും പറ്റിപ്പോകില്ല. ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്, ഒരു നാളിലും വാതിൽ അടയുകില്ല. എനിക്ക് ആശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്, ഒരു നാളിലും വാതിൽ അടയുകില്ല. ഇട്ടാല ചായ്പാൻ ഒരു മാർവിടമുണ്ട്, ചൂട് നൽകും യേശുവിൻ മാർവ്. ഇട്ടാല ചായ്പാൻ ഒരു മാർവിടമുണ്ട്, ചൂട് നൽകും യേശു
യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. സകല നാമത്തിന് മേലായ നാമമുള്ള ഒരാളെ ഉള്ളതാരാ? യേശു ക്രിസ്തു. ആരാധിക്കാൻ എവിടെ പോയാലും പറയാൻ ഉയർത്തുവാൻ ഒറ്റ പേരേ ഉള്ളൂ. ആമേൻ. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം, അത് ഏക നാമം? അത് യേശു എന്ന നാമം. എവിടെയും ഉയർത്തി പറയാം ആ യേശുവിന്റെ നാമം. ഇന്ന് എല്ലാവരും തൊടാൻ പോകാം. യേശുവിന്റെ നാമം തൊടുമ്പോൾ ശക്തി വ്യാപരിക്കും. യേശുവിന്റെ നാമം കെട്ടുകൾ പൊട്ടിക്കും. യേശുവിന്റെ നാമം ബന്ധനങ്ങൾ അടിക്കും. യേശുവിന്റെ നാമം പറയുമ്പോൾ ഇരുട്ടുകൾ നീങ്ങിപ്പോകും. യേശുവിന്റെ നാമം പോകുമ്പോൾ ശത്രുവിന്റെ പദ്ധതികൾ കിടുകിടാൻ പറക്കും. യേശുവിന്റെ നാമം പറയുമ്പോൾ ദുർഭൂതങ്ങൾ അഴിയും. യേശുവിന്റെ നാമം പറയുമ്പോൾ ജീവൻ വെളിപ്പെടും. യേശുവിന്റെ നാമം പറയുമ്പോൾ കോട്ടകൾ ഉടയും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് യേശു ആമേൻ ആരാധനയ്ക്ക് യോഗ്യൻ, ആരാധിപ്പാൻ യോഗ്യൻ, എല്ലാം ചെയ്യാൻ കഴിവുള്ളവൻ ഒരാളെ ഉള്ളൂ. അതത്ര നമ്മൾ ആരാധിക്കുന്ന യേശു ക്രിസ്തു. ആരാധനയ്ക്ക് യോഗ്യനായിട്ടുള്ള ഒരാളെ ഉള്ളൂ. അതാരാ? അതാരാ? യേശു ക്രിസ്തു. പറഞ്ഞേ, യേശു ക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യൻ. പറഞ്ഞേ, യേശു ക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യൻ. ആരാധിക്കാൻ യോഗ്യതയുള്ള ഒരാളെ ഉള്ളൂ. നമ്മൾ ആരാധിക്കുന്ന യേശു ക്രിസ്തു ആ ആരാധനയ്ക്ക് യോഗ്യൻ. ഇന്ന് ഈ ആലയത്തിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. ഓരോ മക്കളെ തൊടുന്നുണ്ട്, ഓരോ മക്കളെ വിടുവിക്കുന്നുണ്ട്. ആരാധിപ്പാൻ എവിടെയും ഉയർത്തി പറയാൻ, എവിടെയും സ്വത്രം. ഹല്ലേലൂയ. ഒരു കളങ്കവും ഇല്ലാതെ നിന്ന, ഒരു പാപവും ഇല്ലാതെ നിന്ന ഒരു വിശുദ്ധനേ ഉള്ളൂ. അതത്രേ ഞാൻ പ്രസംഗിക്കുന്ന യോഗ്യതയുള്ള യേശു ക്രിസ്തു. ആമേൻ. ഏത് അയോഗ്യനെയും യോഗ്യതയുള്ളവരാക്കി മാറ്റുവാൻ അധികാരമുള്ള ഒരു യോഗ്യൻ. ഏത് അയോഗ്യനെയും, എന്നെയും നിങ്ങളെ അയോഗ്യതയില്ലാത്ത എന്നെയും നിങ്ങളെ യോഗ്യതയുള്ളവ ആക്കി മാറ്റണമെങ്കിൽ ഒരു യോഗ്യൻ വരണം. അതാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു. പാപിയായ എന്നെയും നിന്നെ പാപത്തെ പോക്കി യേശുവിന്റെ മണവാട്ടിയുടെ യോഗ്യത തരുവാൻ ഒരാളിന് അധികാരമുള്ളൂ. അതത്രേ ഞാൻ പ്രസംഗിക്കുന്ന യേശു. ആ യോഗ്യതയുള്ള യേശു ഇന്ന് ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. അയോഗ്യരായ മക്കളെ യോഗ്യതയുള്ളവരാക്കി മാത്രം മാറ്റുകയല്ല, പിന്നെയോ ആരാധിപ്പാൻ. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും ആരാധിപ്പാൻ യോഗ്യതയുള്ള ഒരു നാമമേ ഉള്ളൂ. എവിടെ ഉയർത്തി പറയുവാൻ? കല്യാണ വീട്ടിലും സ്തോത്രം, ഭവന പ്രതിഷ്ഠയുള്ള ആ ഭവനത്തിൽ പോകുമ്പോഴും, ഒരാവശ്യങ്ങൾ തന്നെ പോകുമ്പോഴും, ഗാരേജിലും ചന്തസ്ഥലത്തും കവലകളിലും ഭവനങ്ങളിലും ദേശങ്ങളിലും സഭകളിലും എല്ലായിടത്തും എല്ലാ വേളകളിലും ഒരുപോലെ ഉയർത്തിപ്പറയാൻ കഴിയുന്ന ഒറ്റ നാമമേ ഉള്ളൂ. ഞാൻ പറയാം, എല്ലായിടത്തും ഒരുപോലെ ഉയർത്തി പറയാൻ കഴിയുന്ന യോഗ്യതയുള്ള ഒറ്റ നാമമേ ഉള്ളൂ. അതത്ര ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമം. നിനക്ക് എവിടെയും ധൈര്യത്തോടെ പറയാം യേശുവിന്റെ നാമത്തെ. കാരണം യേശു ക്രിസ്തു ഒരിക്കൽ ഇതാ നടന്നു വരുമ്പോൾ എന്റെ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഇതാ ലോകത്തിന്റെ പ്രഭു വരുന്നു, ഇവനുമായിട്ട് എനിക്ക് ഒരു കണക്ഷനുമില്ല, എനിക്കൊരു കാര്യവുമില്ല. അർത്ഥം, ലോകത്തിന്റെ പ്രഭു വരുമ്പോൾ അവന് പോലും ഒരു കാര്യവുമില്ലാതെ ജീവിച്ച ഒരാളെ, യോഗ്യതയുള്ള ഒരാളെ ഉള്ളൂ. അതത്രേ ഞാൻ പ്രസംഗിക്കുന്നത് യേശു ക്രിസ്തു. 7 തവണ വിസ്തരിക്കുമ്പോഴും ആമേൻ 5 കോടതികൾ യേശു ക്രിസ്തുവിന്, പീലാത്തോസിന്റെ, കയ്യഫാവിന്റെ അരമനകളിൽ പല നാളുകളിലൂടെ യേശു ക്രിസ്തുവിനെ സ്തോത്രം വിസ്തരിക്കുമ്പോഴും ഒരിടത്തും കുറ്റം കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു യോഗ്യനെ അഞ്ച് പേരിലൂടെ 7 തവണ സ്തോത്രം വിസ്തരിക്കാൻ കൊണ്ടുപോകുമ്പോൾ പാപമില്ല എന്ന് വിധി എഴുതിയ ഒറ്റ നാമമേ ഉള്ളൂ. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യർക്ക് ഏറ്റുപറയാൻ, വാൽ തുറന്ന് വിളിച്ചപേക്ഷിക്കാൻ പറ്റുന്ന ഒരു നാമമേ ഉള്ളൂ. അതത്ര ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ. സകല മാനവരാശിയെയും പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് തൂക്കിയെടുത്ത് നിർത്തുവാൻ അധികാരമുള്ള ഒറ്റ നാമമേ ഉള്ളൂ. അതത്ര ഞാൻ പ്രസംഗിക്കുന്ന യേശു എന്ന നാമം. ആ യോഗ്യതയുള്ളവന്റെ നാമം അതത്ര യേശു. ആ യോഗ്യതയുള്ളവന്റെ പേര് യേശു അത്രേ. ഇന്നും എല്ലാ കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ, സകല കഴിവുള്ള, മിടുക്കുള്ള, പ്രാഗൽഭ്യമുള്ള, പഠിത്തമുള്ള, ജ്ഞാനമുള്ള സകലരുടെ കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ, പാലസ്തീൻ മണ്ണിൽ ഒരു കല്ലറ ഇന്ന് തുറന്നു കിടക്കുന്നു. അവിടെ എഴുതി വച്ചിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല എന്നുള്ള ഒരു കല്ലറ ഉണ്ടെങ്കിൽ, ഒരു യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ, മരണത്തെ ജയിച്ച യോഗ്യതയുള്ള ഒരാളുണ്ടെങ്കിൽ, ഞാൻ പ്രസംഗിക്കുന്ന യേശുവേ ഉള്ളൂ. അയോഗ്യരായവരെ കെട്ടുകളെ പൊട്ടിക്കുന്ന യോഗ്യതയുള്ള കർത്താവ് ഇന്ന് ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഏത് പാവിയെയും, ഏത് പണക്കാരനെയും, ഏത് വ്യക്തിയെയും, ഏത് വർണ്ണത്തിലിരിക്കുന്ന വ്യക്തിയെയും സ്നേഹത്തോടെ ഇറങ്ങി വന്ന് സേവിച്ച യോഗ്യതയുള്ള ഒരാളുണ്ടെങ്കിൽ യേശു മാത്രമേ ഉള്ളൂ. യേശു മാത്രമേ ഉള്ളൂ. അധികാരമുള്ളവൻ, ശക്തിയുള്ളവൻ, മഹത്വമുള്ളവൻ, ബലമുള്ളവൻ, പുകഴ്ചയുള്ളവൻ, ആരാധനയ്ക്ക് യോഗ്യൻ, സാറപ്പുകൾ ഇന്നും ആരാധിക്കുന്നവൻ, സ്വർഗത്തെ എഴുന്നേൽപ്പിച്ച നാമം, ഭൂമിയെ വിറപ്പിച്ച
ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പാറകളെ കുലുക്കിയ ഒരു നാമം ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമമേ ഉള്ളൂ. ആ നാമത്തിന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങുന്ന ഒരു നാമമുണ്ടെങ്കിൽ അതെ 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 ദൈവത്തിന് സ്വതന്ത്ര, ദൈവത്തിന് സ്വതന്ത്ര, ദൈവത്തിന് സ്വതന്ത്ര, ദൈവത്തിന് സ്വതന്ത്ര. ഒറ്റ നാമമേ ഉള്ളൂ, അത് യേശു എന്ന നാമം, അത് യേശു എന്ന നാമം. ആ കർത്താവ് യോഗ്യതയുള്ളവൻ, ആ കർത്താവ് യോഗ്യത വധിക്കാൻ അധികാരമുള്ളവൻ, മേഘത്തെ കാൽക്കീഴിലെ പൊടിയാക്കി നടക്കുന്നവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും വഴിയെ നിരത്തിയ ദൈവം, ആ കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പർവ്വതങ്ങളെ കുലുക്കുന്ന സർവശക്തനാകുന്ന ദൈവം, പർവ്വതങ്ങളെ കുലുക്കുന്ന കുന്നുകളെ ഉരുകിപ്പോകുന്ന കർത്താവാകുന്ന യേശുക്രിസ്തു. യോഗ്യതയുള്ള ഒരാളെ ഉള്ളൂ. ഏത് അയോഗ്യനെയും ഏത് ബലഹീനനെയും ബലമുള്ളവൻ വന്ന് അയോഗ്യതകളെ മാറ്റി യോഗ്യനാക്കുന്ന ഒരാളെ ഉള്ളൂ. ഏത് കൊടുമ്പാവിയെയും വിശുദ്ധനാക്കുന്ന ഒരാളെ ഉള്ളൂ. അതത്ര ഞാൻ പ്രസംഗിക്കുന്നു. യോഗ്യതയുള്ള യേശു ആരാധിപ്പാൻ യോഗ്യൻ, പാവിയെ രക്ഷിപ്പാൻ യോഗ്യൻ, പിന്നെ കെട്ടുകളെ പൊട്ടിപ്പാൻ യോഗ്യൻ, വീണ്ടെടുപ്പാൻ യോഗ്യൻ, അശുദ്ധനെ വിശുദ്ധീകരിപ്പാൻ യോഗ്യൻ, നിത്യതയിൽ കൊണ്ടുപോകാൻ യോഗ്യൻ, സകലതും പുസ്തകം വായിപ്പാൻ യോഗ്യൻ, തുറപ്പാൻ യോഗ്യൻ. ഇടാൻ കൊള്ളാവുന്ന ഒരേ ഒരു നാമം യേശുവിന്റെ നാമം. മുട്ടുമടക്കാനും പറ്റുന്ന ഒരേ ഒരു നാമം യേശുവിന്റെ നാമം. ഏത് പാവിയെ നീതിമാക്കനാക്കാൻ കഴിയുന്ന ഒരേ ഒരു നാമവും രക്തവും യേശുവിന്റെ നാമവും രക്തവും. ഏത് ഭൂതത്തെ കിടുകിട വിറപ്പിക്കുന്ന ഒരു നാമം യേശുവിന്റെ നാമം. അതുകൊണ്ടാണ് യോഗ്യന്, ഒരു പാപമില്ലാത്ത എല്ലാം തികഞ്ഞ യോഗ്യതയുള്ള ഒത്ത മണവാണ്, ഒത്ത പുരുഷൻ. കോടിക്കണക്കിന് പുരുഷന്മാരുണ്ട്. കോടിക്കണക്കിന് പുരുഷന്മാരുള്ളപ്പോൾ ഈ മുഴുലോകത്തിലും സ്വർഗത്തിലും ഭൂമിയിലും യോഗ്യനായി ഒരു ഉത്തമ മണവാളനെ ഉള്ളൂ. അതത്ര ഞാൻ പ്രസംഗിക്കുന്ന യോഗ്യതയുള്ള യേശു. ആ യോഗ്യതയുള്ള മണവാളന്റെ ആഗ്രഹം ഈ ഭൂമിയിൽ ഈ കൊടുംപാവികളായ മനുഷ്യനെ, ആ യോഗ്യതയുള്ള മനുഷ്യനെ, യോഗ്യതയുള്ളവൻ ഇറങ്ങി വന്ന് ആമേൻ മരിച്ച് അയോഗ്യരായ എന്നെയും നിങ്ങളെയും രക്തത്താൽ കഴുകി യോഗ്യതയുള്ളവരാക്കി ക്രിസ്തുവിന്റെ മണവാട്ടിയാക്കി ആ രാജ്യത്തിൽ കൊണ്ടുപോകാനാണ്. ഇതിനകത്തിരിക്കുന്ന ഓരോ മണവാട്ടികളും ആ ചാരം പ്രാപിച്ച് മണവാട്ടി കാത്തിരിക്കുകയാണ്. തന്നെത്താൻ അലങ്കരിച്ചുകൊണ്ട് ഓരോ സെക്കൻഡും അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് അലങ്കരിച്ചുകൊണ്ട്? വചനത്താൽ, പിതാവിന്റെ ഇഷ്ടത്താൽ, ദൈവത്തിന്റെ ആഗ്രഹത്താൽ, ദൈവത്തിന്റെ താല്പര്യത്താൽ തങ്ങളെ തന്നെ ത്യജിച്ച് ഗോതമ്പ് മണി നിലത്തി വീണ് ചത്തുകൊണ്ട് ഓരോ സെക്കൻഡും ഹല്ലേലൂയ ആ ക്രിസ്തുവിനാൽ അലങ്കരിച്ച് ഓരോ സെക്കൻഡും പാപത്തെ ജയിച്ച് ഓരോ സെക്കൻഡ് ജനത്തിന്റെ പ്രവർത്തികളെ മരിപ്പിച്ച് ഓരോ സെക്കൻഡ് ഇരുട്ടിന്റെ സകല തന്ത്രങ്ങളെ ഉടച്ച് ഓരോ സെക്കൻഡ് പ്രാർത്ഥിച്ചും ആത്മാവിൽ ജ്വലിച്ചും ഓരോ സെക്കൻഡ് അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് കൃപകളാൽ ജ്വലിച്ചുകൊണ്ട് പാപത്തെ ജയിച്ചുകൊണ്ട് ജനത്തിന്റെ പ്രവർത്തികളെ ധരിപ്പിച്ചുകൊണ്ട് യേശുവിന്റെ ശബ്ദം കേട്ട് ക്രിസ്തുവിനെ ധരിച്ച് ദൈവം പ്രസാദിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് ക്രിസ്തുവേ അങ്ങ് എങ്ങനെയാണ്, അങ്ങ് പ്രസാദിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഓരോ സെക്കൻഡും ആരാഞ്ഞുകൊണ്ട് ഓരോ സെക്കൻഡ് മണവാട്ടി എന്താണ് ആരായുന്നത്? മണവാട്ടി ആരായാലും എന്തോന്നാ? ഹല്ലേലൂയ. ഞാൻ ഇന്നലെ ഏതോ ഒരു സ്ഥലത്ത് പ്രസംഗത്തിൽ പറഞ്ഞു, ഹല്ലേലൂയ, വിദേശത്ത് ഇരിക്കുന്ന ഒരാള് ഒരു 10-15 വർഷം കഴിഞ്ഞ് നാട്ടിൽ വരികയാണ്, അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞ് നാട്ടിൽ വരികയാണ്. വിദേശത്തിരിക്കുന്ന ഒരു സഹോദരൻ നാട്ടിലേക്ക് വരികയാണ്. വരുമ്പോൾ ഒരു വേൻ നിറച്ച് ആൾക്കാരെ സ്വത്രം പോവുകയാണ് സ്വീകരിക്കാനായിട്ട്. കുറച്ച് വർഷം കഴിഞ്ഞ് വരികയില്ലേ, പോവുകയാണ്. ബന്ധുക്കളും പ്രിയപ്പെട്ടവരും കൂട്ടുകാരെല്ലാം പോവുകയാണ്. തൻ്റെ ഭാര്യ ഒപ്പമുണ്ട്. ദൈവത്തിന് സ്വത്രം. എല്ലാവരും നോക്കുന്ന ആരായിരിക്കും? വേഗം കെട്ടും പാണ്ഡവും. പക്ഷെ ഭാര്യ നോക്കുന്നത് വേഗമല്ല, കെട്ടുമല്ല, പാണ്ഡവുമല്ല, പിന്നെ എന്താ നോക്കുന്നത്? എന്റെ ചേട്ടൻ. ഹല്ലേലൂയ. അവൻ പണ്ടൊക്കെ വീഡിയോ കോളൊന്നും ഇല്ല. ഇന്ന് വീഡിയോ കോളൊക്കെ ഉണ്ട്. പണ്ടൊന്നും അതൊന്നും ഇല്ല. ഇന്ന് വീഡിയോ കോളെങ്കിലും വിളിക്കാം, പണ്ടതൊന്നും ഇല്ല. അപ്പോ സ്വത്രം നമ്മളെ മണവാളനെ വീഡിയോ കോളിലല്ല കാണുന്നത്, പിന്നെ ആത്മാവിന്റെ കണ്ണു തുറന്ന് മണവാട്ടി ഓരോ സെക്കൻഡ് ആ ശബ്ദം കേട്ട് ആത്മാവാണാളനെ ആണെന്നതായക ആശ്വാസം നീ മാത്രമേ. ആത്മാവാണാളനെ ആണെന്നതായക ആശ്വാസം നീ മാത്രമേ. വിശ്വാസപാതയിൽ വീഴാതെ നിൽക്കുവാൻ നിൻ
കൃപയെ കിടണേ. വിശ്വാസപാതയിൽ വീഴാതെ നിൽക്കുവാൻ നിൻ കൃപയെ കിടണേ. നീ എൻ പക്ഷം മതി, നിന്റെ കൃപ മതി, നീ എന്റെ നാഥനല്ലോ. യേശുവേ നീ എന്റെ ദൈവമല്ലോ. നീ എൻ പക്ഷം മതി, നിന്റെ കൃപ മതി, നീ എന്റെ നാഥനല്ലോ. യേശുവേ നീ എന്റെ ദൈവമല്ലോ. നീ എൻ പക്ഷം മതി, നിന്റെ കൃപ മതി, നീ എന്റെ നാഥനല്ലോ. യേശുവേ നീ എന്റെ ദൈവമല്ലോ. നീ എൻ പക്ഷം മതി, നിന്റെ കൃപ മതി, നീ എന്റെ നാഥനല്ലോ. യേശുവേ നീ എന്റെ ദൈവമല്ലോ. ഹല്ലേലൂയ. യോഗ്യതയുള്ള ഒരാളെ ഉള്ളൂ, അതാരാ? യേശു ക്രിസ്തു. ഒരിക്കൽ യോഹന്നാൻ സ്നാപകൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 27-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് യോഹന്നാൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു. വായിച്ചേ, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 27-ാം വാക്യം എടുത്തിരുന്ന് വായിച്ചേ. എന്റെ പിന്നാലെ വരുന്നവൻ അവന്റെ ചെരുപ്പിന്റെ വാർ അഴിപ്പാൻ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനാണ് ആര്? യോഹന്നാൻ. പക്ഷെ ഈ യോഹന്നാൻ യേശുവിനെ കണ്ടപ്പോൾ പറയുകയാണ്, ഇവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്. അതാരാ? എന്നിലും ബലവാൻ. യേശുവിനും കാലം എത്ര മാസം മുമ്പാണ് ഇവിടെ ജനിച്ചത്? 6 മാസം മുമ്പാണ് യോഹന്നാൻ ജനിച്ചതല്ലേ? അപ്പോ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുകയാണ്, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ എന്നിലും ബലവാൻ, അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ ആരല്ല? യോഗ്യനല്ല. അപ്പൊ യോഹന്നാൻ പറയുന്നു, യോഗ്യതയുള്ള ഒരാളാണ് വരുന്നത്. അതാരാ? യേശു ക്രിസ്തു. ആമേൻ. സ്തോത്രം. ഒന്നുകൂടെ വായിച്ച വരി. ഒരു മൈക്ക് കൊടുത്തെങ്കിൽ ദൈവത്തിന് സ്തോത്രം. വായിച്ച ഒന്നുകൂടെ ഉറക്കെ. എന്റെ പിന്നാലെ വരുന്നവൻ തന്നെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം വാക്യം വായിക്കുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 7-ാം വാക്യം വായിക്കുമ്പോൾ വേദ പുസ്തകം പറയുന്നു. വായിച്ചേ, ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിച്ചേ. അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ കണ്ടോ, ഒരു ശതാധിപൻ പറയുകയാണ്. ഒന്ന് യോഹന്നാനെ പറഞ്ഞു. എന്തെന്നാ യോഹന്നാൻ സ്നാപകൻ എന്തെന്നാ പറഞ്ഞേ? എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യത ഉള്ളവനല്ല. ആമേൻ. അത്രയ്ക്ക് യോഗ്യനാണ് എന്റെ പിന്നാലെ വരുന്നവൻ. ആ യോഗ്യനാകുന്ന യേശു അയോഗ്യരായി നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്തിനു വേണ്ടി? അയോഗ്യതകൾ മാറ്റി യോഗ്യത ഉള്ളവരാക്കി മാറ്റുവാൻ. ഏത് പാപക്കടകളെയും ആമേ വെട്ടിക്കളഞ്ഞിട്ട് യേശുവിന്റെ രക്തത്താൽ കഴുകി യോഗ്യതയുള്ള പൈതലാക്കി മാറ്റുവാൻ സ്തോത്രം ഒരാളുണ്ട്. അതെ, യോഗ്യതയുള്ളവൻ വന്നിട്ടുണ്ട്. 2, ശതാധിപൻ, ശതത്തിന് അധിപൻ, മേലധികാരി വന്ന് പറയുകയാണ്, എനിക്കും അധികാരമുണ്ട്, പക്ഷേ നിന്റെ അധികാരം എന്ന് പറഞ്ഞാൽ അസാധാരണമായ അധികാരമാണ്. ഒന്നുകൂടെ വായിച്ചേ. 7 അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അങ്ങയുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ അപ്പാ 8-ാമത് അങ്ങയുടെ അടുക്കലോ ഒന്ന് ദൂരെ പോകണമെന്ന് നോക്കാനുള്ള യോഗ്യത എനിക്കില്ല. അതുകൊണ്ട് യോഗ്യതയുള്ള ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. എന്റെ യോഗ്യത കൊണ്ട് അത് സൗഖ്യമാകത്തില്ല. എന്നാൽ സൗഖ്യമാക്കാൻ യോഗ്യതയുള്ള ഒരുവനാണ് അങ്ങെന്നും, പാപത്തെ മോചിപ്പിക്കാൻ അധികാരമുള്ള ഒരുവനാണ് അങ്ങെന്നും, സകലത്തിന്റെ മേലും അധികാരമുള്ള യോഗ്യൻ ഒരാളെ ഉള്ളൂ എന്നും ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എന്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കണമേ. ഒരു വാക്ക് പറഞ്ഞാൽ മതി, എന്റെ പുരക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യതയുള്ളവൻ അല്ല. അവന്റെ അയോഗ്യത അവൻ വിളിച്ചു പറഞ്ഞു. വീണ്ടും വായിക്കുമ്പോൾ എബ്രായർ 3-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നത്, എബ്രായർ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം വായിച്ചേ. ഭവനത്തെക്കാൾ ഭവനം ചമച്ചവനെ അധിക മാനമുള്ളതുപോലെ യേശു മോശയേക്കാൾ അധിക മഹത്വത്തിന് യോഗ്യനെന്ന് എണ്ണിയിരിക്കുന്നു. മഹത്വത്തിന് യോഗ്യൻ. കേട്ടോ, മഹത്വത്തിന് യോഗ്യൻ ആരാ?
യേശു ക്രിസ്തു. പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും ആരാധനയ്ക്കും യോഗ്യതയുള്ള ഒരാളെ ഉള്ളൂ. ആ യേശു ഇന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട്. എന്തിനു വേണ്ടി? അയോഗ്യരായവരെ സ്തോത്രം വിടുവിക്കുവാൻ, യോഗ്യതയുള്ളവരെ ആ യോഗ്യതയുള്ളവരാക്കി മാറ്റുവാൻ, ഒരിക്കൽ കൂടെ കുറച്ചും കൂടെ അഭിഷേകം പകരുവാൻ, കുറച്ചും കൂടെ ശക്തി പകരുവാൻ, കുറച്ചും കൂടെ ബലം പകരുവാൻ, കുറച്ചും കൂടെ അധികാരം പകരുവാൻ, ആത്മാവിനെ നിറയ്ക്കുവാൻ, വചനത്താൽ നിറയ്ക്കുവാൻ, ശക്തിയാൽ നിറയ്ക്കുവാൻ, കെട്ടുകളെ പൊട്ടിക്കുവാൻ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ യോഗ്യതയുള്ള ഒരുവൻ ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം അതിന്റെ 5-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് വായിച്ചേ. 5-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം വായിക്കുമ്പോൾ 10-ാം വാക്യം മുതൽ വായിച്ചേ. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം വായിച്ചേ. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. മുദ്ര പൊട്ടിപ്പാൻ യോഗ്യതയുള്ള ഒരുവൻ ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. ആമേൻ. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? യോഗ്യതയുള്ള ഒരാളെ ഉള്ളൂ. അതാരാ? യേശു ക്രിസ്തു. യേശു ക്രിസ്തു യോഗ്യൻ. ആ യോഗ്യനാകുന്ന യേശു ഇന്ന് ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. ഇതിനു വേണ്ടി സ്വത്രം അത്ഭുതങ്ങൾ ചെയ്യുവാൻ ആമേൻ എന്റെ കർത്താവ് വന്നിട്ടുണ്ട്. ആ യോഗ്യതയുള്ള ദൈവമാണ് ഓരോ മക്കളെ അയോഗ്യരായ വ്യക്തികളെ തെരഞ്ഞെടുത്ത് ക്രിസ്തുവിന്റെ മാനപാത്രങ്ങളാക്കി മാറ്റി കർത്താവായ യോഗ്യൻ അതിനകത്ത് ഇറങ്ങി ഈ അപമാന പാത്രങ്ങളെ, ഈ കോപപാത്രങ്ങളെ കരുണാപാത്രങ്ങളാക്കി മാറ്റുവാൻ ഈ യോഗ്യനാകുന്ന യേശു ഏതുമല്ലാത്ത എന്നെ നിങ്ങളുടെ അകത്തങ്ങോട്ട് ഇറങ്ങുമ്പോൾ പാവിയുടെ കെട്ട് പൊട്ടും, ബന്ധനങ്ങൾ അഴി. ഏത് പാവിയുടെ ഈ പാപക്കടകളെ ക്ഷമിച്ച് കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കുവാൻ യോഗ്യതയുള്ള ഒരാളെ ഉള്ളൂ. അത് യേശു ക്രിസ്തു മാത്രമല്ല, സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സ്തോത്രം കിടുകിട വിറപ്പിക്കുന്ന ഒരു നാമമേ ഉള്ളൂ. യോഗ്യതയുള്ള യേശുവിന്റെ നാമം. ആ നാമമുള്ള യേശു ഇന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഭവനങ്ങൾക്കകത്ത് ഇന്ന് ഇതിനകത്ത് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വായിച്ചേ, ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാൻ നീ യോഗ്യൻ. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യതയുള്ള ഒരാളേ ഉള്ളൂ. അതാരാ? യേശു ക്രിസ്തു. ഹല്ലേലൂയ, ആമേൻ. പാതാള ശക്തികളെ വിറപ്പിച്ച ഒരു നാമമേ ഉള്ളൂ, യേശു ക്രിസ്തുവിന്റെ നാമം. സ്തോത്രം. 5-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ വായിച്ചേ. 5-ന്റെ 1 മുതൽ. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെ കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. അടുത്ത വരി. പുസ്തകം തുറന്നു വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായി കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അടുത്ത്. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചവൻ വന്നിട്ടുണ്ട്. എന്ത് തുറക്കാൻ? ഏത് അയോഗ്യനെയും യോഗ്യതയുള്ളവനാക്കി മാറ്റുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് യേശു എന്ന നാമമേ ഉള്ളൂ. ആ യേശുവിന് അയോഗ്യനല്ല. പുസ്തകം തുറപ്പാൻ ആരെയും എവിടെ കണ്ടില്ല? സ്വർഗത്തിൽ കണ്ടില്ല. സ്വർഗത്തിൽ നടക്കുന്ന സംഭവമാണ് ഈ വായിച്ചത്. സ്വർഗത്തിൽ ഒരു സിംഹാസനം. ഒരു സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. അവന്റെ കയ്യിലൊരു പുസ്തകമുണ്ട്. അയ്യോ, ആരുള്ളൂ ഈ പുസ്തകം വാങ്ങാൻ? ഒറ്റ എണ്ണത്തിനെ കാണാനില്ല. അലറിക്കരയുമ്പോൾ ഇതാ സ്വന്തം നീ കരയണ്ട, യോഗ്യതയുള്ള ഒരുവൻ വന്നിട്ടുണ്ട്. നീ കരയണ്ട. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും യോഗ്യതയുള്ള ആമേൻ
എല്ലാത്തിനും യോഗ്യതയുള്ള, കുമ്പിടാൻ യോഗ്യതയുള്ള, വണങ്ങാൻ യോഗ്യതയുള്ള, ഓ അപ്പ എന്ന് വിളിക്കാൻ യോഗ്യതയുള്ള സർവകൃപാലുവായ ഒരാളെ ഉള്ളൂ. അതത്ര ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആരെയും കാണായികയാൽ ഞാൻ ഏറ്റവും കരഞ്ഞപ്പോൾ ഒരുവൻ വന്ന് കരയണ്ട. ഓ സ്തോത്രം. പുസ്തകം തുറപ്പാനും 7 മുദ്രകളെ പൊട്ടിപ്പാനും ജയം പ്രാപിച്ച ഒരുവൻ. ഓ വായിച്ചേ. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, ചെയ്യണ്ട, യെഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ. കണ്ടോ, മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയണ്ട. 24 മൂപ്പന്മാരുണ്ട് അവിടെ. മൂപ്പന്മാർ കരയണ്ട. യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ. യഹൂദയിലെ സിംഹം, മറക്കല്ല, യഹൂദയിലെ ദാവീദിന്റെ വേര്. യഹൂദയിലെ സിംഹമാണ്, ദാവീദിന്റെ പേരാണ്. പേരുമായവൻ. പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറന്നു. എത്ര മുദ്രയുണ്ട്? 7 മുദ്ര. ആർക്കും തുറക്കാൻ പറ്റത്തില്ല. യോഗ്യതയുള്ളവനെ തുറക്കാൻ പറ്റും. ആ യോഗ്യൻ ഏകൻ ആര്? യേശു. ഹല്ലേലൂയ. അയോഗ്യൻ ഏകൻ യേശു ക്രിസ്തു. 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവന്റെ നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കൾ ആയ 7 കണ്ണുണ്ട്. അവൻ വന്നു സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലക്കൈയിൽ നിന്ന് പുസ്തകം വാങ്ങി. വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന. ഈ പുസ്തകം വാങ്ങിയതാരാ? പുസ്തകം വാങ്ങിയതാരാ? യേശു ക്രിസ്തു. വീണ് നമസ്കരിക്കാൻ ആർക്ക് മാത്രമേ പറ്റൂ? ദൈവത്തിന്റെ മുമ്പിൽ മാത്രമേ നമ്മൾ നമസ്കരിക്കാവൂ. അപ്പൊ അവിടെ പുസ്തകം വാങ്ങിയതാരാ? പുസ്തകം എല്ലാരും പുസ്തകം വാങ്ങിയതാര്? യേശു ക്രിസ്തു. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഭൂമിയിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം എവിടെ പോയി? സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അപ്പൊ ആ യേശു ക്രിസ്തു ഇവിടെ നിൽക്കുന്നു. സിംഹാസനത്തിനടുത്ത് വന്നു. പുസ്തകം എന്ത് ചെയ്തു? വാങ്ങി. ആരാധിപ്പാൻ യോഗ്യൻ ആരേ ഉള്ളൂ? സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും എവിടെ നോക്കിയാലും ആരാധിപ്പാൻ ഒറ്റ ആളെ ഉള്ളാര്? യേശു മാത്രം. പിന്നെ സ്തുതിക്കാനും വീണ് തൊഴാനും നമസ്കരിക്കാനും ഒരു സ്ഥലമേ ഉള്ളൂ. അവിടെ ഇതെവിടെ? യേശു. ഇത് സ്വർഗത്തിൽ ആരെയാണ് നമസ്കരിച്ചത്? വായിച്ച് അവരിപ്പൊ വായിച്ച ബാക്കി ഒന്നുകൂടെ. 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻപാകെ വീണു. അടുത്ത് പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ നീ അർഹപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും. കേട്ടോ, രക്തം കൊണ്ട്. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും കർത്താവ് വാങ്ങി. എന്തുകൊണ്ടാ? പൈസ കൊടുത്തിട്ടാണോ? പിന്നെ തന്തിരൂ രക്തത്തിൻ തുള്ളികൾ തെറിച്ചു ക്രൂശിൽ. അതിലോരോ തുള്ളികൾക്കും ഞാൻ എന്തു നൽകും മറുവിലയാ? ഞാനെന്തുള്ളു യേശു പരാ. ഇത്രയേറെ എന്നെ സ്നേഹിപ്പാ ഞാൻ എന്തുള്ളു യേശു പരാ. ഞാനെന്തുള്ളു യേശു പരാ. ഇത്രയേറെ എന്നെ സ്നേഹിപ്പാ ഞാൻ എന്തുള്ളു യേശു പരാ. യേശുവിന്റെ രക്തത്തുള്ളിയുടെ വിലയാണ് ആര്? ഈ പള്ളിക്കകത്തിരിക്കുന്ന ഓരോരുത്തരും. യേശു അന്ന് രക്തം ചിന്തായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ ഒന്നിരിക്കുമോ? ഇല്ല. യേശു അന്ന് രക്തം ചിന്താതിരുന്നെങ്കിൽ നമ്മുടെ പാപത്തിന് മോചനം ഉണ്ടായിരുന്നോ? യേശു അന്ന് മരിക്കാതിരുന്നെങ്കിൽ നമ്മൾ നേടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ യേശുവിൻ്റെ ക്ഷമയുടെയും ദീർഘക്ഷമയുടെയും സഹനത്തിൻ്റെയും തുള്ളിയും തരികളുമാണ് ആര്? ഞാനും
നിങ്ങളും. ആ രക്തത്തിന്റെ വിലകളാണ് നമ്മൾ ഓരോരുത്തരും. യേശുവിന്റെ രക്തത്തിന്റെ വിലയാണ് ഏത് പാപിയെയും യോഗ്യതയുള്ളവനാക്കി മാറ്റാൻ അധികാരമുള്ളവനാണ് ആര്? യേശു. പിന്നെ വീണ് നമസ്കരിക്കാനും എവിടെ? ഭൂമിയിലും ഭൂമിക്ക് കീഴിലും. ശ്രദ്ധിക്കണേ വചനം. ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സ്വർഗത്തിലും നമസ്കരിക്കാനും മുട്ടുമടക്കാനും തൊഴാനും വണങ്ങാനും ആരാധിക്കാനും പറ്റുന്ന ഒരു നാമേ ഉള്ളൂ. അതായത് യേശു. ഒറ്റ നാമേ ഉള്ളൂ. വേറെ ഒന്നിലും കൂടി കളയില്ല. അവിടെ സ്വർഗത്തിലും ആരാധിക്കുന്ന ആരെയാ? യേശുവിനെ. വീണ്ടും നമസ്കരിച്ചത് ആരെ? യേശുവിനെയാണ് നമസ്കരിച്ചത്. അപ്പൊ യേശു ആരാണ്? ദേവാദി ദൈവം. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് ഒരു ക്രിസ്തുവിന്റെ കൃപയാൽ നിറഞ്ഞ സ്വഭാവത്താൽ നിറഞ്ഞ് ക്രിസ്തു യേശു ഈ ഭൂമിയിൽ ജീവിച്ച ജീവിതം ജീവിക്കാൻ വെച്ചിരിക്കുന്നു. അത്രേ ഉള്ളൂ. അല്ല നമ്മൾ ഒരിക്കലും ദൈവങ്ങളാവൂല. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധൻ ഒരാളെ ഉള്ളൂ. അത് യേശു ക്രിസ്തു അത്രേ. യേശു ക്രിസ്തു പരിശുദ്ധൻ, പരിശുദ്ധൻ, ഉന്നതൻ, സർവശക്തൻ, സ്വർഗ ഉന്നതങ്ങളിൽ വാസം ചെയ്യുന്ന ഒരുവൻ. അതേ കർത്താവ്. ആ കർത്താവ് സ്തോത്രം. നോക്കിയേ ആ വചനം ഒന്നുകൂടെ വായിച്ച വെളിപ്പാട് പുസ്തകം ഇപ്പൊ വായിച്ച വചനം. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അർക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിനെ അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000 ആയിരുന്നു. അവർ അത്യുച്ചത്തിൽ അർക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. ഇപ്പൊ യോഗ്യൻ എന്ന സ്വർഗത്തിൽ പറഞ്ഞ ആരുടെ പേരാ? ഇപ്പൊ പറയുന്ന യോഗ്യത ആരെയുള്ളൂ? യോഗ്യൻ യേശു. അടുത്ത വരി. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും. എവിടെയുള്ളത്? എവിടേക്കുള്ളത്? ഒന്നുകൂടെ 13-ാം വാക്യം. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും. സ്വർഗം, ഭൂമി, ഭൂമിക്ക് കീഴിൽ, സമുദ്രത്തിലും ഉള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും. ഈ എന്തൊക്കെ ഉണ്ടോ എല്ലാം സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. 4 ജീവികളും അതെ അങ്ങനെ തന്നെ. ആമേൻ എന്ന് പറഞ്ഞ അതെ അങ്ങനെ തന്നെ. അടുത്ത വരി കൂടെ. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. അപ്പൊ മൂപ്പന്മാർ വീണ് നമസ്കരിച്ച ആരുടെ മുമ്പേ? ഏക ദൈവം യേശു ക്രിസ്തു മാത്രം. സത്യ ഏക ദൈവം. ആമേൻ. ആ കർത്താവ് യോഗ്യനാണ്. എന്തിന് യോഗ്യൻ? പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ യോഗ്യൻ. പാപിയായി എന്നെ രക്ഷിപ്പാൻ യോഗ്യൻ. 1 കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ അതിനകത്ത് 1-ാം അധ്യായം നമുക്ക് എഴുതാമോ? 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 1-ാം അധ്യായം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു. 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ സ്തോത്രം 26-ാം വാക്യം മുതൽ വായിച്ചേ. സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല. അടുത്ത് ബലവാന്മാർ ഏറെയില്ല. കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ തിരഞ്ഞെടുത്ത. ലോകത്തിൽ പോഷത്വമായിരുന്നു ആരാ? ഞാനും നിങ്ങൾ എങ്ങനെയുള്ളവരായിരുന്നു? ഏതുമല്ല, പോഷത്വമുള്ളവരായിരുന്നു. ആര് ലജ്ജിപ്പിക്കാൻ ഞാൻ തിരഞ്ഞെടുത്തേ? ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ഏതുമല്ലാത്ത എന്നെ അങ്ങ് തിരഞ്ഞെടുത്തു. നിങ്ങളെ തിരഞ്ഞെടുത്തു. ജ്ഞാനിയെ ലജ്ജിപ്പിക്കാൻ മീൻ പിടിക്കാരൻ പത്രോസിനെ അങ്ങോട്ട് പത്രോസിന് വല്ല പഠിപ്പുണ്ടോ? അറിവുണ്ടോ? ജ്ഞാനമുണ്ടോ? പത്രോസിനെ അങ്ങോട്ട് എടുത്തിട്ട് പത്രോസിനെ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകി അഭിഷേകത്താൽ നിറച്ചപ്പോൾ അഭിഷേകം പ്രാപിച്ച പത്രോസ് ആള് മാറി. ഹല്ലേലൂയ. അഭിഷേകം പ്രാപിച്ച പത്രോസ് എന്ത് ചെയ്തു? ആള് മാറി. ആളിന് മാറ്റം വന്നു. അഭിഷേകം ആളിനെ മാറ്റും. ദൈവകൃപ ആളിനെ മാറ്റും. ദൈവശക്തി ആളിനെ മാറ്റും. അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ കൈകൾ പൊട്ടും. അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ സ്വഭാവത്തിനകത്ത് മാറ്റം വരും. അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ പുതിയൊരാളായി മാറും. അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ വ്യത്യാസം സംഭവിക്കും. ജീവൻ വരും. ഹല്ലേലൂയ.
ദൈവത്തിന് സ്വോത്രം. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒന്നുകൂടെ വായിച്ചേ. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ഏത് തിരഞ്ഞെടുത്തു? ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. അടുത്തത് ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഏത് തിരഞ്ഞെടുത്തു? ബലഹീനമായത് തിരഞ്ഞെടുത്തു. അടുത്ത വരി. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായ നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. കണ്ടോ, നമ്മൾ ആരാ? ഏതുമില്ലാത്തവരായിരുന്നു. പാവം മാത്രമേ നമ്മളിലുള്ളൂ. പക്ഷെ എന്നിട്ടും പാവമില്ലാത്ത യോഗ്യനാകുന്ന ദൈവം നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്ന് പാവിയായ എന്നെ അങ്ങോട്ട് കയ്യിലെടുത്തു. വീട്ടുകാർക്ക് കൊള്ളത്തില്ല എടുക്കാൻ, നാട്ടുകാർക്ക് എടുക്കാൻ കൊള്ളത്തില്ല. സംസാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായി സംസാരം, ചീത്തയല്ലാതെ വേറെ ഒന്നും പറയാൻ അറിഞ്ഞുകൂടാ. ഒരു പ്രാവശ്യം വാ തുറന്ന് 1000 ചീത്ത വരും. ഇനി ആരെ കണ്ടാലും വിടുന്ന പരിപാടി. ബസ്സിൽ കയറി അടുത്തിരിക്കുന്ന ആൾ തള്ളി അപ്പ ചെരുപ്പൂരി അടിച്ചിട്ട് ഇങ്ങനെയുള്ള മൃഗമായ നമ്മളെ കരുണാസമ്പന്നനായ ദൈവം, ഒരു പാവമില്ലാത്ത ദൈവം, വിശുദ്ധനായ ദൈവം, ദീർഘക്ഷമയുള്ള ദൈവം കയ്യിലെടുത്തു. എല്ലാവർക്കും ദോഷം അസൂയ എന്ന് പറഞ്ഞാൽ അപ്പുറത്തൊരാൾ നന്നായിരുന്ന എരിഞ്ഞ് അസൂയ എന്ന് പറഞ്ഞാൽ കൈയും കാലും വയ്ക്കാൻ പാടില്ലെന്ന് പറയും. കേട്ടില്ല? എത്ര അസൂയ! എരിഞ്ഞ് അപ്പൊ പള്ളിയിൽ നിന്ന് പോകുന്നില്ല. അവന് ഭയങ്കര ഇതൊക്കെ കിട്ടിയിരിക്കുന്നു. ഭയങ്കര ഇത് എന്റെ കൂടെ പഠിച്ചതാണ്. ഇത് അങ്ങ് അറ്റം വരെ എത്തിയിരിക്കുന്നു. എനിക്ക് മാത്രമില്ല, നോക്കൂ, അങ്ങ് അറ്റം വരെ എത്തി. അസൂയയുടെ നികളവും അസൂയയും എല്ലാ സംഭവവും ഉണ്ടായിരുന്നു. ഒന്ന് നന്നാവുന്ന ഒന്നിന് കണ്ടുകൂടാ. അവിടെ തകർന്ന് അവിടെ കരച്ചിൽ കേൾക്കുന്നതാണ് അടുത്തൊരാളിന്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഏതുമല്ലാത്തവരായ നമ്മളെ ഓരോരുത്തരെയും കരുണാസമ്പന്നനാകുന്ന ദൈവം വേസ്റ്റുകളെ കയ്യിലെടുത്ത് അപ്പന് സ്വന്തമാക്കി. ലെവലില്ലാതെ മദ്യത്തിന്, ലഹരി വസ്തുവിനും സ്വന്തം അടിമയായി റോഡാണോ വഴിയാണോ വീടാണോ എന്നറിഞ്ഞൂടാതെ കിടന്നവരെ, അമ്മയാര് ഭാര്യയാര് മക്കളാരെന്ന് തിരിച്ചറിഞ്ഞൂടാതെ കിടന്നവരെ ക്രിസ്തുവിൻ്റെതാക്കി മാറ്റാൻ ഈ അഴുക്ക് ചാൽ കിടന്ന വേസ്റ്റിനെ എവിടെ എടുത്തു? കയ്യിലെടുത്തു. ഇതാരാ എടുത്തേ? ഒരു പാവമില്ലാത്ത യോഗ്യൻ. അന്ധവിശ്വാസങ്ങൾക്ക് നമ്മുടെ ഒരു വിറകിന് അടുപ്പിൽ ഉപയോഗിക്കുന്ന ഒരു മരം, വിറക് കുറച്ച് ദൂരം വിറക് അതിനകത്തെടുത്തിട്ട് അടുപ്പിൽ തീ കത്തിക്കാൻ കഞ്ഞിക്ക് ഊത്തൂരി കത്തിച്ച് കഞ്ഞി വയ്ക്കും. ഒരു ഭാഗം അതിൻ്റെ കാതലിനെ കുരിശുണ്ടാക്കും, നമ്മുടെ തോളിൽ വെച്ചുണ്ടാക്കും. അതേ മരം ബാക്കി ഭാഗം എന്തോ ചെയ്തു? അടുത്ത ഭാഗത്തിന് കുരിശുണ്ടാക്കി തോളിൽ വെച്ചു. അത് ദൈവമാവോ? ദൈവത്തിന്റെ കുരിശാവോ? കള്ളന്മാരെയും ക്രൂശിക്കാൻ എന്തിനാ ക്രൂശിച്ചേ? മരക്കുരിശിലല്ലേ? യേശുവിനെ മരക്കുരിശിലല്ലേ ക്രൂശിച്ചേ? അപ്പോ ഈ തോളിലിട്ടിരിക്കുന്നത്, ഇവിടെ ഇട്ടിരിക്കുന്ന ക്രൂശ് അത് ആര്? കള്ളന്റെ ക്രൂശാണ്? യേശുവിന്റെ ക്രൂശാണ്? ആരുടെ ക്രൂശ്? അത് ഞാൻ പറയും. നിങ്ങളുടെ വിളയിലുള്ള ഏതോ മരത്തിന്റെ ഇതൊന്നും തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുക്കുന്നതാണ് യേശു ആഗ്രഹിക്കുന്ന ആഗ്രഹം. എന്നെ തന്നെ ത്യജിച്ച് എൻ്റെ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിച്ച് ഓരോ സെക്കൻഡും ഏതെല്ലാം പ്രതികൂലങ്ങൾ വരുമ്പോൾ അവയുടെ നടുവിൽ സ്തോത്രത്തോടെ, അതേ കർത്താവ് ഇതിന്റെ നടുവിലൂടെയാണ് എന്നെ നടക്കാൻ വിളിച്ചതെങ്കിൽ അതേ അപ്പ അവിടെ പിടിച്ചു നിൽക്കാൻ ഒരു കൃപ തരണമെന്ന് അഭിഷേകത്താൽ നിറഞ്ഞ് ആത്മാവിനെ നിറഞ്ഞ് ദൈവത്തെ തള്ളിപ്പറയാതെ ശബ്ദം കേട്ട് ആ പറ്റിക്കിടന്ന് ആ ക്രൂശിന്റെ നടുവിലൂടെ ആ ക്രിസ്തു യേശുവിന്റെ മഹത്വമായി പോകാനാണ് ദൈവം എന്നെ നിങ്ങളെ കണ്ടതല്ല, തോളിലെടുത്തോണ്ട് പോകാനല്ല കണ്ടത്. അങ്ങനെ കിടന്ന് എന്നെ പൂജയ്ക്കും മന്ത്രത്തിനും സ്തോത്രം പലതിനും അടിമയായി കിടന്നത് എന്നെയും നിങ്ങളെയും കരുണാസമ്പന്നനായ ദൈവം അയോഗ്യരായി നമ്മളെ തെരഞ്ഞെടുത്ത് യേശു ക്രിസ്തു അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ യോഗ്യതയുള്ള പാത്രങ്ങളാക്കി മാറ്റി പാവിയായി എന്നെ, അശുദ്ധരായ എന്നെ, അശുദ്ധിയുള്ള എന്നെ എൻ്റെ അപ്പൻ എടുത്തു. വിശുദ്ധൻ ഒരാളെ ഉള്ളൂ, അതത്ര ആരെ? യേശു ക്രിസ്തു. സകല നാമത്തിന് മേലായ നാമമുള്ള ഒരു നാമമേ ഉള്ളൂ, അതത്ര യേശു ക്രിസ്തുവിന്റെ നാമം. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന ഒറ്റ നാമമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവിന്റെ നാമം. ആ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ മുമ്പിൽ സ്വർലോകരുടെ ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്കാലൊക്കെ മടങ്ങും. യേശു മാത്രം കർത്താവെന്ന് എല്ലാവരും ഏറ്റുപറയും. അതത്ര യേശു ക്രിസ്തു. ആ യേശു മാത്രം യോഗ്യതയുള്ളവൻ, യോഗ്യതയുള്ള കർത്താവ്. അയോഗ്യരായി എന്നെയും നിന്നെയും കയ്യിൽ എടുത്ത്
ആ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കൽ, ആ കർത്താവിൻ്റെ രക്തം കൊണ്ട് നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് പാവത്തെ മോചിപ്പിച്ച് യേശുവിൻ്റെ സ്വന്തമാക്കി മാറ്റി. പണ്ട് നമ്മളെല്ലാ രീതിയിൽ കിടന്നവർ അറിയത്തില്ലായിരുന്നു, എന്താണെന്ന് അറിയത്തില്ലായിരുന്നു, നമ്മൾ ബോധമില്ലാത്തവരെ പോലെ നടന്നു. പക്ഷേ എൻ്റെ ദൈവം ഏതുമല്ലാത്ത എന്നെയും നിങ്ങളെയും സ്വത്ര യോഗ്യതയുള്ള ആ ദൈവം ഇറങ്ങി വന്ന് നമ്മെ രക്ഷിച്ച് നമുക്ക് വേണ്ടി മരിച്ച് നമ്മോടുള്ള സ്നേഹം കൊണ്ട് നമുക്ക് വേണ്ടി വീണ് തകർന്ന് മരിച്ച് നമ്മെ കരങ്ങളിൽ എടുത്ത് ആ രക്തം കൊണ്ട് കഴുകി ആർക്കും വേണ്ടാത്ത സ്തോത്രം നമ്മൾ വായിച്ചു നോക്കിയേ, ആർക്കും വേണ്ടാത്തവരെല്ലാം എന്റെ കർത്താവ് കയ്യിലെടുത്ത് ആ രക്തം കൊണ്ട് കഴുകി അവരുടെ അകത്ത് യേശുപ്പച്ച നിറഞ്ഞു. അവർ പ്രസംഗിക്കാൻ തുടങ്ങി, രോഗികളെ സൗഖ്യമാക്കാൻ തുടങ്ങി, ഭൂതങ്ങളെ പുറത്താക്കാൻ തുടങ്ങി, പിശാചിന്റെ പ്രവൃത്തികൾ അഴിക്കാൻ തുടങ്ങി, ദേശങ്ങളിൽ ഇറങ്ങി വചനം പ്രസംഗിക്കാൻ തുടങ്ങി, ശമര്യ പട്ടണത്തിൽ ഇറങ്ങാൻ തുടങ്ങി. ഓരോ പട്ടണങ്ങളിലായി ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ തുടങ്ങി. തെക്കമ്പോലെ നാട്ടിൽ വചനം പ്രസംഗിക്കാൻ തുടങ്ങി. ഓരോ ഏരിയകളിലും ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല്, പഠിപ്പുള്ളവരല്ല പിടിക്കുള്ളവരെ മാത്രമല്ല തിരഞ്ഞെടുത്തത്, ഏതുമല്ലാത്ത അശുദ്ധരായ മനുഷ്യനെ കയ്യിലെടുത്ത് യേശുവിന്റെ രക്തം കൊണ്ട് കഴുകി യോഗ്യതയുള്ളവരാക്കി. ആ നാമം വിളിച്ചു പറയാം. അയോഗ്യരായ നമ്മളെ വാക്യകത്ത് ആ നാമം എടുക്കാൻ, അയോഗ്യരായ നമ്മളെ മോശം വാക്കും പറഞ്ഞ് മറ്റുള്ളവരെ എതിർത്ത് പറഞ്ഞ് ഒന്നിനെ കൊള്ളരുതാത്ത അസൂയയും പകയും വിദ്വേഷവും വെറുപ്പും നിറഞ്ഞ് കോപം നിറഞ്ഞ് ഒരു മൃഗമാണോ മനുഷ്യനാണെന്ന് പോലും അറിഞ്ഞുകൂടാതെ, കുടുംബത്തിലെ അംഗങ്ങളെ പോലും തിരിച്ചറിയാൻ പറ്റാതെ, സഹോദരങ്ങളെ മാതാവിനെ പിതാവിനെ തിരിച്ചറിയാൻ പറ്റാതെ ഹല്ലേലൂയ നടന്ന എന്നെ നിങ്ങളെയും. നമ്മളൊക്കെ ഈ യേശുവിനെ കണ്ടുമുട്ടായിരുന്നെങ്കിൽ ഏതെങ്കിലുമൊക്കെ ജയിലിൽ കിടന്നത്, എവിടെയെങ്കിലുമൊക്കെ എന്താണെന്നറിയാമോ? ഒരു ക്ഷമയില്ലാതെ വാളെടുത്ത് എല്ലാത്തിനെയും കുടുംബത്തിനകത്തുള്ള അംഗങ്ങളെ തന്നെ വെട്ടി. നിങ്ങൾ കേൾക്കുന്നില്ലേ പത്രങ്ങളില്? 10, 16, 15, 17 വയസ്സുള്ള മക്കൾ മാതാവിനെ കൊല്ലുന്നു, അപ്പനെ കൊല്ലുന്നു, കിണറ്റിനകത്ത് എടുത്തിടുന്നു. കണ്ടോ? കാരണം എന്താ? യേശു വീട്ടിനകത്തില്ല. യേശു ഒരു വ്യക്തിയുടെ അകത്ത് വന്നാൽ സുബോധം വരും. നിങ്ങൾ പത്രവാർത്ത കേൾക്കുന്നവരല്ലേ? യേശു നമ്മുടെ വീട്ടിനകത്ത് വന്നാൽ, യേശു നമ്മുടെ അകത്ത് വന്നാൽ, യേശു നമ്മുടെ കുടുംബത്തിനകത്ത് വന്നാൽ സുബോധം വരും. ഈ സുബോധം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? അമ്മേ, ഒന്നും സംഭവിക്കണമെങ്കിൽ യേശു നമ്മുടെ വീട്ടിൽ വന്നാൽ സുബോധം വരും. നമ്മുടെ അകത്ത് വന്നാൽ മാറ്റം വരും. നമ്മുടെ ജീവിതത്തിനകത്ത് മാറ്റം വരും. മറ്റൊരുവനും രക്ഷയില്ല. അപ്പോസ്തലപ്രവൃത്തി 4:12 മറ്റൊരുവനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം അത് യേശു എന്ന നാമം. ആരെങ്കിലും കള്ളുകുടിച്ച് റോഡിൽ കിടക്കുകയോ സ്വത്രം ഭാവിയായി ലോകഭാവിയായി ജീവിക്കുകയോ ചെയ്താൽ ആർക്കും ഒരു വിഷമം തോന്നുന്നില്ല. പക്ഷെ യേശുവിനെ ആരാധിക്കാൻ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ അനേകരെ നിരുത്സാഹപ്പെടുത്തുന്നവർ നിങ്ങളുടെ വീട്ടിന്റെ അകത്തു നിന്നും പുറത്തു നിന്നും വരും. അല്ലെങ്കിൽ നിങ്ങൾ പള്ളിയിൽ ആരാധിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ അവരെ നിരുത്സാഹപ്പെടുത്താൻ അനേകർ നിങ്ങളുടെ വീട്ടിനകത്തുനിന്ന് എഴുന്നേറ്റ് വരും, പുറത്തുനിന്ന് എഴുന്നേറ്റ് വരും. എന്തുകൊണ്ട്? നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോകാൻ വിളിക്കപ്പെട്ട മക്കളായതുകൊണ്ടാണ്. നിങ്ങൾ തള്ളിക്കളയല്ല. യേശുവിനെ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കണം. ഒറ്റ യോഗ്യതയേ ഉള്ളൂ. ആ യോഗ്യതയുള്ള ഒരാളെ ഉള്ളൂ. പ്രസംഗിക്കാൻ യോഗ്യൻ, നിലവിളിക്കാൻ യോഗ്യൻ. ആ രക്തത്തിലുള്ള ആ യോഗ്യതയുള്ള യേശുവിന്റെ രക്തമാണ് നമ്മുടെ പാപത്തെ കഴുകി ശുദ്ധീകരിക്കുന്നത്. യോഗ്യതയുള്ള ഒരാളെ ഉള്ളൂ, ആ യേശു ക്രിസ്തു മാത്രം കർത്താവ്. ആ കർത്താവിനെ ആരാധിക്കാൻ എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുമ്പോൾ പതറിപ്പോകല്. മണവാട്ടി തന്നെത്താൻ അലങ്കരിച്ച് കാത്തിരിക്കും മണവാളനായി. ഒരു മണവാട്ടി പൈതലായി തന്നെത്താൻ അലങ്കരിച്ച് എൻ്റെ അപ്പൻ എപ്പം വരുമെന്ന് കാത്തിരിക്കുന്ന ഒരു മണവാട്ടിയായിട്ട് വേണം ജീവിക്കാൻ. അടുത്ത വാക്യം വായിച്ചു, അടുത്ത വാക്യം. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ നിങ്ങളോ. എന്തുകൊണ്ടാണ് നമ്മളെ ഭാവിയായി നമ്മൾ എടുക്കാൻ കാരണം എന്താ? ഏതുമല്ലാത്ത ശാലിനിയെ എടുത്തു നിർത്തി കർത്താവിന്റെ വചനം വായി തരാൻ കാരണം എന്താ? എന്റെ കഴിവും അറിവും ജ്ഞാനവും പഠിത്തമാണോ? പിന്നെ ഞാൻ പ്രശംസിക്കല്ലേ? നിന്റെ കഴിവ് കൊണ്ടാണെന്ന് പ്രശംസിക്കല്ലേ? നിനക്ക് കഴിവില്ലാതെ കിടന്നപ്പോ കഴിവുള്ള ഒരുവൻ നിന്നെ എടുത്ത് നിന്റെ അകത്ത് യോഗ്യത ഇറങ്ങിയത് കൊണ്ടാണ് അയോഗ്യതയുള്ള നിന്റെ വായിലൂടെ കേട്ടോ ഈ വചനം പ്രസംഗിക്കുന്നത്. സ്വത്രം നമ്മൾ അയോഗ്യനായിരുന്നു, പക്ഷെ ഇന്ന് ആരാക്കി? രക്തത്താൽ കഴുകി. ഒരു പൈസയും ചെലവില്ല. പൈസ കൊടുത്തിട്ടാണോ? വീടും വസ്തു വിറ്റ് കൊടുത്തപ്പോഴാണ്? അല്ല. പിന്നെയോ യേശുവിന്റെ രക്തം കൊണ്ട് നമ്മളെ കഴുകി നമ്മളെ ശുദ്ധീകരിച്ച് അപ്പന്റെ സ്വന്തമാക്കി മാറ്റി. ആ കർത്താവ് നമ്മളിൽ നിറഞ്ഞിട്ട് പറഞ്ഞു, മക്കളെ നീ ദേശങ്ങളിൽ പോയി എൻ്റെ വചനത്തെ, എൻ്റെ സുവിശേഷം വിളിച്ചു പറ. കാലം തികഞ്ഞെന്ന് പറ. ദൈവരാജ്യം സമീപിച്ചെന്ന് പറ. മറ്റൊരുവൻ രക്ഷയില്ലെന്ന് പറ. ഒരു വഴിയേ ഉള്ളെന്ന് പറ. ഏക സത്യ ദൈവമേ ഉള്ളെന്ന് പറ. ഇത് യേശുവിനെ കുറിച്ച് വിളിച്ചു പറയാം. സ്വർഗത്തെ കുറിച്ച് വിളിച്ചു പറയാം. ദൂതന്മാർ ആരാധിച്ച് വാഴ്ത്തി മടങ്ങിയവർ നാമമുണ്ടെന്ന് പറയാം. 24 മൂപ്പന്മാരും 4 ജീവികളും സ്വർഗത്തെ കിടുകിട വിറപ്പിച്ചൊരു നാമം യേശു എന്ന് പറയാം. പാതാളത്തെ ഇളക്കി മറിച്ചൊരു ഒരു നാഥൻ നാമമുണ്ടെങ്കിൽ യേശു നാമം എന്ന് പറയുക. അത് യോഗ്യതയുള്ള ഒരാളെ ഉള്ളൂ, അത് യേശു എന്ന് പറയാം. അയോഗ്യതയുള്ള എന്നെ ഞാൻ പ്രശംസിക്കത്തില്ല. കാരണം കർത്താവെ, ഞാൻ ചെളിയായിരുന്ന എന്നെയാണ് എൻ്റെ ദൈവം എടുത്തത്. കൃപ മാത്രം. അപ്പാ കൃപ, ദയ മാത്രം, കരുണ മാത്രം. അപ്പന്റെ കരുണയാണ് എന്നെ നിർത്തിയിരിക്കുന്നത്. അപ്പന്റെ സ്നേഹമാണ്. പ്രശംസിക്കാൻ ഒന്നുമില്ല. അടുത്ത വരി ചക്കര വായിച്ചാ. നിങ്ങളോ ഇപ്പൊ നമ്മൾ എവിടെ ഇരിക്കുക? ബലഹീന പാത്രമായി നമ്മൾ ഒന്നുമല്ലാത്ത പാവികളായി നമ്മൾ ഇപ്പോൾ എവിടെ ഇരിക്കുക?
ഒന്നുകൂടെ വായിച്ചേ. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിലിരിക്കുന്നു. ക്രിസ്തു യേശുവിലാണ് ഇരിക്കുന്നത്. അടുത്ത അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും. അപ്പൊ അവിടുത്തെ അവനാൽ ക്രിസ്തുവിൽ ഇരിക്കുന്നു അല്ലേ? അവനാൽ ക്രിസ്തുവിൽ ഇരിക്കുന്നു. അർത്ഥം എന്തെന്നാ? മൂന്ന് ദൈവങ്ങളായിട്ട് നിൽക്കുന്നതാണ്. പിന്നെ അവനാൽ ദൈവം തീരുമാനിച്ചു, പുത്രൻ എന്നെ എടുത്തു, പരിശുദ്ധാത്മാവിനെ നിറച്ചു, അന്നോടൊരു ജീവിതം മാറി. ജീസസ് ഹല്ലേലൂയ. ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്നറിയാമോ? തെറ്റിപ്പോയിരിക്കാൻ, വീണ് പോകരുത്. വീഴില്ല എന്ന് പറഞ്ഞുതരാം. വീണു പോയി അയ്യോ നിൽക്കുന്നു തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. നമുക്ക് കൃപ ഉണ്ടെങ്കിൽ നിൽക്കാൻ പറ്റൂല, നിൽക്കാൻ പറ്റൂല. അങ്ങനത്തെ ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വായിച്ചെടുത്ത വരി. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതി ശുദ്ധീകരണം. കണ്ടോ? ഇതെല്ലാം യോഗ്യതയുള്ള ദൈവത്തിലൂടെയാണ്. ജ്ഞാനം, നീതി, ശുദ്ധീകരണം. കണ്ടോ? വീണ്ടെടുപ്പ്. 4 തന്നത് ആരാ? യേശുവാണ്. യേശു മാത്രമേ യോഗ്യതയുള്ളൂ. അടുത്ത വരി. പ്രശംസിക്കുന്നവൻ കർത്താവിനെ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ. അടുത്ത ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ ദൈവഭയം കൂടാതെ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത് ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞുകൂടായിരുന്നോ? എങ്കിൽ പിതാവായ ദൈവത്തിനെ മാത്രം കണ്ടുകൊണ്ടിരുന്ന മതിയായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ചെളിയിൽ കിടന്ന ഒരു മനുഷ്യൻ ഇങ്ങനൊരു വരി പറയണമോ? എത്ര തടവറയിൽ പോയി. തടവറയിൽ പോകുമ്പോഴെല്ലാം ഈ മനുഷ്യൻ ആരെ കയ്യിൽ കിട്ടിയാലും അയാളോട് പറയും, യജമാനെ നിങ്ങൾക്ക് എന്നെ അറിയാമോ? ഞാൻ ആരെന്ന് എന്തോന്ന് അപ്പോസ്തലൻ പറഞ്ഞ സാക്ഷ്യം. യജമാനെ നിങ്ങൾക്ക് എന്നെ അറിയാമോ? സ്തോത്രം. ഞാൻ ആരാണെന്ന് അറിയാമോ? കള്ളനായിരുന്നു, ചതിയനായിരുന്നു, അയ്യോ അധികാരം പത്രം വാങ്ങി ദൈവമക്കളെല്ലാം ഉപദ്രവിക്കുന്നതായിരുന്നു. ആരെ കിട്ടിയാലും തകർക്കുമായിരുന്നു. അയ്യോ ഞാൻ സ്റ്റേഫാനോസിനെ കൊല്ലാൻ കൂട്ടുനിന്നവനാണ്. സ്റ്റേഫാനോസിനെ കല്ലെറിഞ്ഞപ്പോൾ ഞാൻ അടുത്തുണ്ടായിരുന്നു. അവന്റെ വസ്ത്രം സൂക്ഷിച്ചത് ഞാനാണ്. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കൊടും പാവിയായിരുന്നു. എന്നാൽ ദമസ്കോസ് വരെ എന്നെ പാവം ചെയ്യാൻ ദൈവം വിട്ടുള്ളൂ. ദമസ്കോസിൽ വന്നപ്പോ എന്റെ പാവത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കുന്ന ഒരു വെളിച്ചം എന്റെ മേൽ ചുറ്റി. ഹല്ലേലൂയ. അരമനയ്ക്കകത്ത് കിടക്കുമ്പോഴും കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോഴും അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞ യോഗ്യതയുള്ള ഒരാളെ കുറിച്ചാ. അതാരാ? യേശു ക്രിസ്തു. അയാൾ പറഞ്ഞു, ഞാൻ കൊടുംപാവിയായിരുന്നു, എന്റെ വാ ശരിയല്ലായിരുന്നു, എന്റെ കണ്ണ് ശരിയല്ലായിരുന്നു, ഞാൻ എല്ലാം അറിയാന്നുള്ള ഒരു മട്ടിൽ ഞാൻ ആരോ ആണ്, എന്തോ ആണ്. ന്യായപ്രമാണം എനിക്കറിയാം, ഞാൻ അനിന്യനാണ്, ഞാൻ ശുഷ്കാന്തി പരീക്ഷനാണ്, ഞാൻ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവനാണ്, ഞാൻ സ്വത്രം ഇസ്രായേൽ ജാതിക്കാരനാണ്, ബെന്യാമിൻ ഗോത്രക്കാരനാണ്, ഇതെല്ലാം എന്റെ സ്വന്തമാണ്, ഇതൊന്നും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതല്ല, എല്ലാ അധികാരവും നേട്ടവും എനിക്കുണ്ട് എന്ന് നിഗളിച്ച് ഞാൻ എന്ന പാപത്തിൽ നടന്ന എന്നെ എന്തും വാങ്ങുവാൻ, എന്തും ചെയ്യുവാൻ, എന്തും തകർക്കുവാൻ കഴിവ്, ശക്തി, അധികാര പത്രവും വാങ്ങി ആരെയും തകർക്കാമെന്ന് ചിന്തിച്ച് ദൈവവേലക്കാരെ മുടിച്ചുപദ്രവിച്ച് അടിച്ചുപദ്രവിച്ച് തള്ളിയിട്ട് കൊന്നു നശിപ്പിച്ച എന്റെ എന്റെ അവസാന നിൽപ്പായിരുന്നു സ്റ്റേഫാനോസിനെ കല്ലെറിഞ്ഞ്. നോക്കിയേ, സ്റ്റേഫാനോസിനെ കല്ലെറിഞ്ഞ്. ഹല്ലേലൂയ. കല്ലെറിയുമ്പോൾ ഞാനും തൊട്ടടുത്തുണ്ടായിരുന്നു. അവന്റെ വസ്ത്രം കാക്കാൻ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ദമസ്കോസ് വരെ വന്നു. ദമസ്കോസ് വരെ എന്റെ പാപം ഞാൻ ചെയ്തു. എന്നാൽ ദമസ്കോസിൽ വന്നപ്പോൾ യോഗ്യതയുള്ള ഒരുവന്റെ അയോഗ്യനായ എന്റെ യോഗ്യതയുള്ള ഒരുവൻ അങ്ങോട്ട് ചുറ്റി അങ്ങോട്ട് മിന്നി. ഞാൻ എന്റെ വാഹനത്തിൽ നിന്ന് താഴെ വന്ന് തെറിച്ചു വീണു. എന്റെ 2 കണ്ണും അന്ധമായി. ആര് പറയുകയാണ്? അപ്പോസ്തലൻ കാരാഗ്രഹത്തിനകത്ത് 1 മണിക്കൂർ കിട്ടിയാൽ അവിടെ വരുന്ന വെള്ളം കൊണ്ടുകൊടുക്കാൻ വരുന്നവനെ പിടിച്ചു നിർത്തി സാക്ഷ്യം പറയും. ആഹാരം കൊടുക്കാൻ കൊണ്ടുവരുന്നവരെ പിടിച്ചു നിർത്തി സാക്ഷ്യം പറയും. എന്തിനെങ്കിലും പോകാൻ വേണ്ടി വരുന്നവരെ ഉടനെ യജമാനെ സാധനം കുടിച്ച്, നിങ്ങൾക്ക് അറിയാമോ ഞാൻ ഇവിടെ എന്താണ് വന്നതെന്ന്? ഞാൻ ചെയ്ത പാപം നിങ്ങൾക്ക് അറിയണ്ടേ? ഇതാണ് പാപം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ശക്തി ആയിരുന്നു. കാരാഗ്രഹത്തിനകത്ത് വന്ന ആൾക്കാരുടെ മേലെ അവരുടെ കെട്ടുപൊട്ടും. അവർ ഇവിടെ നിന്ന് പോകുന്ന എന്നറിയുമോ? സന്തോഷത്തോടെ അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര സന്തോഷം. ആരടുത്തുനിന്ന്? പൗലോസ് അപ്പോസ്തലൻ അടുത്തുനിന്ന് കാരാഗ്രഹത്തിനകത്തുനിന്ന് വെള്ളം കൊണ്ടുകൊടുക്കാനാണ് പോയത്. ചൂടുവെള്ളം കൊണ്ടുകൊടുത്തിട്ട്
വരികയാണ്, അല്ലെങ്കിൽ പച്ചവെള്ളം കൊണ്ടുകൊടുത്തിട്ട് വരികയാണ്. അവിടെ അങ്ങനത്തെ വലിയതൊന്നും ഇല്ല ചൂടുവെള്ളം കൊടുക്കാൻ. കഷ്ടതയുടെ നടുവിലാണ്. എന്തോ കൊണ്ടുകൊടുത്തിട്ട് വരുമ്പോഴും ചിരിച്ചുകൊണ്ട് പോകുന്ന ആളിനെ കണ്ട്, എന്താ നീ ആ കാരാഗ്രഹത്തിനകത്ത് പോയിട്ട് വന്ന് ചിരിച്ചുകൊണ്ട് വരുന്നത്? അപ്പൊ അവൻ പറയും, എനിക്ക് യേശുവിനെ കിട്ടി. എവിടെ നിന്ന് കിട്ടി? പൗലോസ് തന്നു. എനിക്കാരെ കിട്ടി? യേശുവിനെ കിട്ടി. നിനക്കെന്താ ഇത്ര സന്തോഷം? നിനക്കെന്താ ഇത്ര സമാധാനം? നിനക്കെന്താ ഇത്ര ആശ്വാസം? അതെനിക്ക് യേശുവിനെ കിട്ടി. എവിടെ നിന്ന് കിട്ടി? കാരാഗ്രഹത്തിൽ കിട്ടി. ആര് തന്നു? പൗലോസ് തന്നു. ഓ, ഇത് കൊണ്ട് പോകണം. അടുത്തവൻ പറഞ്ഞു, ഇന്ന് വരെ ചിരിച്ച് ഇത്രയും കണ്ടിട്ടില്ലാത്ത നോക്ക്, ഞാനും കൂടെ ഒന്ന് പെയ്യും, അവനും ഇവിടെ വരും. കാരാഗ്രഹത്തിന് അടിയുടെ ഇപ്പുറത്ത് ഒന്ന് നിൽക്കും. ഓ എന്റെ മകനെ, ഇപ്പോഴത്തെ പോയുണ്ടോ? അവനോട് ഞാൻ പറയുകയായിരുന്നു, അതുപോലെ അങ്ങയോട് ഞാൻ പറയുകയാണ്. ഞാനിവിടെ അവരെ വരാനുണ്ടായ കാരണം എന്തെന്നറിയാമോ? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അടവണായി ചർച്ചിനകത്ത് വരാനുള്ള കാരണം? എവിടെ പറയാം? എനിക്ക് എത്ര എണ്ണം പള്ളി നിറഞ്ഞു മിച്ചം വരുവാൻ ഒരുപാട് വന്നിട്ടില്ല. അല്ലെങ്കിൽ തന്നെ സ്ഥലമില്ലാത്താവുമായിരുന്നു. എന്താ കാര്യം? ഇയാളെ പോലെ പറഞ്ഞില്ല. നമ്മളോട് പറഞ്ഞെങ്കിൽ എന്താവുമായിരുന്നു? ദൈവത്തിന് സ്തോത്രം. അടുത്ത ആൾ വരുമ്പോ പറയും, അറിഞ്ഞോ, നിങ്ങൾ അറിഞ്ഞോ ഞാൻ എന്താണ് ഇവിടെ വന്നതെന്ന് അറിയണ്ടേ? ആ എന്താ നീ എന്ത് തെറ്റ് ചെയ്തിട്ടാ വന്നേ ചോദിക്കും. പറയും, ഒരു പ്രകാശം എന്നെ ചുറ്റി മിന്നി. 3 ദിവസം കാഴ്ചയില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു അനന്യാസം എന്ന് പറഞ്ഞ ഒരു ദൈവ മനുഷ്യൻ എൻ്റെ തലയിൽ അങ്ങോട്ട് തൊട്ടപ്പോൾ എൻ്റെ കണ്ണ്, കാഴ്ചയില്ലാത്ത എൻ്റെ കണ്ണ് ചെതുമ്പൽ പോലെ ചിലത് വീണു, കാഴ്ച വന്നു. സ്വത്രം സഹോദര സൗലേ, കാഴ്ച പ്രാപിക്ക എന്നൊരു ശബ്ദം കേട്ടു. ഉടനെ എൻ്റെ കണ്ണിന് കാഴ്ച വന്നു കേട്ടോ. എൻ്റെ കാഴ്ച വരുമ്പോൾ അതിന് മുൻപേ ഒരു ആലോചന പറഞ്ഞു. എന്താ ആലോചന? എൻ്റെ യേശുവിനെ വെളിപ്പെടുത്തുവാൻ തിരഞ്ഞെടുത്തൊരു പാത്രമാണെന്നൊരു ആലോചന എനിക്ക് കിട്ടി. അത് വെളിപ്പെടുത്താൻ ഞാൻ ഇറങ്ങിയപ്പോ ഈ കാരാഗ്രഹത്തിനകത്തായി. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ആരുടെ പേര് ശക്തി ഇറങ്ങും? അപ്പോസ്തലൻ അവിടെ കിടന്നുകൊണ്ട് ലെറ്റർ എഴുതും. എവിടെ കിടന്നുണ്ട്? ചങ്ങലക്കകത്ത് ലെറ്റർ എഴുതുന്നത് എന്തെന്നത്? സ്വത്രം. അരമനയിലെ കൈസരും നിങ്ങൾക്ക് വന്ദനം. ഇപ്പൊ കൈസർ ആരായി? രക്ഷിക്കപ്പെട്ടു. കൈസർ ആരായി? അരമനയിലുള്ളവര്, തടവറയിലുള്ളവര്. ഇതാ നിങ്ങൾക്ക് ലെറ്റർ എഴുതിക്കുന്നത്. കാരണം എന്താ? അവിടെ കിടന്ന് ജനിപ്പിച്ചു. അവിടെ കിടന്ന് വചനത്താൽ ചേരെ എന്നെ നിങ്ങൾ എവിടെ വിട്ടാലും, അവിടെ ശമ്പളം മാറ്റേണ്ടവരെ മാത്രമല്ല വിട്ടത്, പിന്നെ നമ്മൾ എഴുതുന്നോ? നമ്മൾ ചേർത്ത കഴിയും അവർ തരുന്ന കൂലി മാറ്റി പോരാനാണ് വിടുന്നത്? ഇല്ല. ദൈവം ആ റൂട്ട് കണ്ടിട്ട് തന്നെ വിടുന്നത്. ചുമ്മാ ശമ്പളമാരി ഭാഗത്ത് വരാനല്ല. പിന്നെ അവിടെ ഇരുന്ന് ചിലരെ ക്രിസ്തുവിനാൽ ക്ഷണിപ്പിക്കാൻ. നിങ്ങൾക്ക് എത്ര ആഗ്രഹമുണ്ട് കേൾക്കട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ പറയുന്നു, ക്രൂശിക്കപ്പെട്ട യേശുവിനല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി എനിക്ക് നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നുകൂടെ വായിച്ചേ, വാക്യം വായിച്ചേ. വായിച്ചേ, ടക്കന വായിച്ചേ. യേശുക്രിസ്തുവിനല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ എന്ത് ചെയ്തു? നിർണയിച്ചു. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ 19-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ആ യോഗ്യതയുള്ള യേശുവിനോട് കൂടെ പോകാൻ മണവാട്ടി തന്നെത്താൻ ഒരുക്കി. ശുഭ്രവസ്ത്രധാരി. അർത്ഥം വെള്ള വസ്ത്രം ധരിച്ചതല്ല. വെള്ള വസ്ത്രം മാത്രം ധരിച്ചെന്നൊരു ശുഭ്ര ആവൂല. ദൈവത്തിന് സ്തോത്രം. വെള്ള വസ്ത്രം ധരിക്കുന്നത് നല്ലതാണ്. പക്ഷേ യേശു അകത്ത് വന്ന് എന്നെ ശുദ്ധീകരിക്കാത്തടത്തോളം കാലം ഞാൻ ശുദ്ധിയുള്ള ആളായി മാറൂല. കർത്താവിന്റെ വിശുദ്ധി എന്നെ നിറയ്ക്കാത്തടത്തോളം കാലം ഒരു വിശുദ്ധ പൈതലായി മാറൂല. എന്നെ കേൾക്കുന്ന പൈതലെ, കർത്താവിന്റെ സ്വഭാവത്തിൽ നിറഞ്ഞ് ഒരു മണവാട്ടി ക്രിസ്തുയേശുവിനെ ധരിച്ച്, എങ്ങനെ ക്രിസ്തുയേശുവിനെ ധരിച്ച് കാത്തിരിക്കുകയാണ്. മണവാളൻ ഇപ്പോൾ ഒരു വായിച്ചേ. രാജ്യത്ത് മേറ്റിരിക്കുന്നു. അവന്റെ മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. എങ്ങനെ ഒരുക്കിയിരിക്കുന്നു? തന്നെത്താൻ. ഒറ്റ കാര്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കും. തന്നെത്താൻ ഒരുക്കി. തന്നെത്താൻ കർത്താവിന്റെ കാന്ത. ആ യോഗ്യനെ നോക്കി. എപ്പോഴും യോഗ്യനെ നോക്കും. എപ്പോഴും ആരെ നോക്കും? മനുഷ്യനല്ല. മനുഷ്യർക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കത്തില്ല. മനുഷ്യർക്ക് പ്രസംഗം ഇഷ്ടപ്പെട്ടോ, ആരാധന ഇഷ്ടപ്പെട്ടോ, ഇന്ന് എങ്ങനെയാണ് നോക്കത്തില്ല. പിന്നെ മുകളിൽ കർത്താവിന് ഇഷ്ടപ്പെട്ടോ, എന്നെ വിളിച്ച് വേർതിരിച്ച ദൈവത്തിന് ഇഷ്ടപ്പെട്ടോ, ദൈവത്തിന് പ്രസാദമായോ, ദൈവഹിതമാണോ വിളിച്ച് പറഞ്ഞത്, ദൈവത്തിന്റെ ആത്മാവിലാണോ പറഞ്ഞത്, കർത്താവ് പ്രസാദിക്കുന്നുണ്ടോ എന്ന് നോക്കും. കർത്താവിന്റെ ഹിതം നോക്കും. ഹല്ലേലൂയ. മണവാട്ടി ആരെ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നു? ഒന്നുകൂടെ വായിച്ചേ.
ഒന്നുകൂടെ വായിച്ചേ. നാം സന്തോഷിച്ച് ഉല്ലസിക്കുക, അവനെ മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുക. താനെ തന്നെ ആത്മാവ് നിറഞ്ഞ് ക്രിസ്തുവിന്റെ ശബ്ദം കേട്ട് ഒരുക്കിയിരിക്കുകയാണ്. എന്തിനു വേണ്ടി? യേശുവിന്റെ വരവിന് വേണ്ടി, യേശുവിനോടൊപ്പം കയറിപ്പോകാൻ വേണ്ടി തന്നെത്താൻ ഒരുക്കിയിരിക്കുകയാണ്. ഇന്ന് ഇതിനകത്ത് എത്ര പേര് ഒരുക്കിയിട്ടുണ്ട്? തന്നെത്താൻ ഒരുക്കിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ മണവാട്ടിയെ കുറിച്ച് അറിയണമെങ്കിൽ ഉത്തമഗീത പുസ്തകത്തിനകത്ത് പോകണം. ഒരു ദിവസം സ്വർണം കൊണ്ട് ഒരു പല്ലക്കുണ്ടാക്കി അതിലൊരു ചെറുപ്പക്കാരനെ ഇരുത്തി ഒരു കൂട്ടം പേർ പല്ലക്ക് ചുമന്നുകൊണ്ട് ഒരു മണവാട്ടിയുടെ വീട്ടിന്റെ മുറ്റത്തേക്ക് വന്നു. ശ്രദ്ധിച്ചു കേട്ടെ, സ്തോത്രം, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ശ്രദ്ധിച്ചു കേട്ടെ, സ്തോത്രം. ശലോമോൻ ജ്ഞാനി എഴുതിയ ഉത്തമഗീതത്തിലെ ചില കാര്യങ്ങളും കൂടെ വായിച്ച് നമ്മൾ വായിക്കുകയല്ല, പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. മണവാട്ടി ആ യോഗ്യതയുള്ള യേശുവിന് വേണ്ടി തന്നെത്താൻ ഒരുങ്ങി കാത്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരുങ്ങി കാത്തിരിക്കുന്നത്? മാലിന്യമില്ലാതെ, വാട്ടമില്ലാതെ, ചുരുക്കമില്ലാതെ, കറയില്ലാതെ ഓരോ സെക്കൻഡും തന്നെത്താൻ ത്യജിച്ച് നാളത്തോട് തന്നെ കുറിച്ചെടുത്ത് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത് ക്രിസ്തുവിന്റെ ശബ്ദം കേട്ട് അപ്പൻ ഇഷ്ടമല്ലാത്ത തനിക്കും ഇഷ്ടമല്ല, അപ്പൻ വെറുത്തത് തനിക്കും വെറുപ്പാണ്, അപ്പനെ സങ്കടപ്പെടുന്ന ഒന്നും വേണ്ട, എപ്പോഴും എന്റെ മുൻപിൽ യേശുണ്ട്, യേശുവിനെ ഹിതമല്ലാതെ വേണ്ട എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന തന്നെത്താൻ ഒരുക്കി, വചനത്താൽ ഒരുക്കി, ആത്മാവിനാൽ ഒരുക്കി നിറഞ്ഞൊഴുകുന്ന പാത്രമായി മണവാട്ടി കാത്തിരിക്കുകയാണ്. ആ മണവാട്ടിയുടെ അടുക്കൽ ഒരു ദിവസം ഒരു പല്ലക്കിൽ സ്വർണം കൊണ്ട് ഒരു പല്ലക്കുണ്ടാക്കി പല്ലക്കിൽ ഒരു മണവാളനെ ചുമന്നുകൊണ്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ സ്വത്ര മണവാട്ടിയുടെ വീട്ടിന്റെ മുറ്റത്ത് വന്നു. ഹല്ലേലൂയ. മുറ്റത്ത് വന്നപ്പോൾ ഒരു സഹോദരി ഓടിച്ചെന്ന് ആ മണവാട്ടിയോട് പറഞ്ഞു, മണവാട്ടി, നിന്നെ കാണാൻ ഒരു പുരുഷൻ വന്നിരിക്കുന്നു. നിന്നെ കാണാൻ ആര് വന്നു? പുരുഷൻ വന്നു. ഹല്ലേലൂയ. അവളെ അലസതയോടെ മടിയോടെ നിൽക്കുകയാണ്. എനിക്കിപ്പോ പുരുഷനെന്നും കാണണ്ട, എനിക്കിപ്പോ പുരുഷനെന്നും അവളെന്താ പറഞ്ഞ, എനിക്കിപ്പോ പുരുഷനെന്നും കാണണ്ട. ആ സ്വത്രം പന്തിയാട് തോന്നി. ഹല്ലേലൂയ. തോഴിക്ക് പന്തിയാട് തോന്നി. തോഴി ചോദിച്ചു, എന്താ പുരുഷനെ കാണാതെ? ഇവനെ പോലെ ഒരു പുരുഷൻ നിനക്ക് വരാൻ ഇല്ല, നീ പെട്ടെന്ന് ഒരുങ്ങാ. എവനെ പോലെ ഒരു പുരുഷൻ. കാരണം എന്തിനാ കൊണ്ടുവരുന്നത്? സ്വർണ്ണ പല്ലക്കിനാ കൊണ്ടുവരുന്നത്. സ്വർണം കൊണ്ടുള്ള പല്ലക്കിനാ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് ചുമന്നുകൊണ്ട് വന്നിരിക്കുന്ന ആരോഗ്യ ദൃഢഗാത്രന്മാരാണ്. ഓ, എന്തൊരു ആരവാരമായിട്ടാണ് പയ്യനെ പെണ്ണ് കാണാൻ കൊണ്ടുവന്നത്. പെൺകുട്ടി ആരാ? മണവാട്ടിയായിരുന്നു. എവളെ കാണാൻ പല്ലക്കിൽ, സ്വർണ്ണ പല്ലക്കിൽ, സ്വർണം കൊണ്ടുണ്ടാക്കിയ മഞ്ചത്തിൽ ചുമന്നുകൊണ്ടാ വന്നു ഒരു പയ്യനെ. അവിടെ കൊണ്ടങ്ങ് നിർത്തി. ഹല്ലേലൂയ. പയ്യൻ അതിലിരിക്കുക, സ്വർണത്തിനകത്തിരിക്കുകയാണ്. ആരെ കാണാൻ? പെണ്ണിനെ കാണാൻ. പെണ്ണിനോടൊന്ന് പറഞ്ഞു, തോഴി വന്ന് പറഞ്ഞു, പെട്ടെന്നൊരുങ്ങുക, നിന്നെ കാണാൻ ഒരു പയ്യൻ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവൾ ഒരുങ്ങുന്നില്ല, അവൾ പോകുന്നില്ല. അവൾക്കൊരു സന്തോഷമില്ല മുഖത്ത്. നോക്കുമ്പോൾ എന്താ നിനക്ക് സന്തോഷമില്ലാത്ത? വീണ്ടും അവൾ ഒരുങ്ങുന്നില്ല. സ്വത്രം, എനിക്കിപ്പോ വേണ്ട എന്നവൾ പറഞ്ഞു മാറി. അപ്പൊ വീണ്ടും ചോദിച്ചു, ഒന്ന് തൊട്ടിട്ട് ചോദിച്ചു, വല്ല ലൈന് നിനക്ക് ഉണ്ടോ? എവന് വേണ്ടെങ്കിൽ വല്ല കാര്യം? ഇനി ഇതുപോലൊരു സംബന്ധം നിനക്ക് വരാൻ ഇനി ഇവനെ പോലെ ഇനി ജന്മത്ത് നിനക്ക് അത്രയ്ക്ക് സ്വർണം കൊണ്ട് കൂടുന്ന സ്വർണ്ണമുണ്ട്, പല്ലക്കുണ്ട്, ചുമക്ക ആൾക്കാരുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, കാണാനും കൊള്ളാം, പൊക്കമുണ്ട്, വെണ്ണമുണ്ട്, ഭംഗിയുണ്ട്, എല്ലാ രീതിയിലും കൊള്ളാം. അപ്പൊ അവള് പറഞ്ഞില്ല, എനിക്ക് വേറൊരുത്തിനോട് സ്നേഹമുണ്ട്. അപ്പൊ തോഴി ചോദിച്ചു, നീ അവനെ മറന്നിട്ട് ഒരിക്കലത്തേക്ക് വന്ന ഇവനെ? അപ്പോൾ ഇല്ല, എന്റെ മോതിര കല്യാണം കഴിഞ്ഞിരിക്കുക. എന്റെ മോതിര കല്യാണം കഴിഞ്ഞിരിക്കുക. ഓ ജീസസ്, ആ മോതിര എന്റെ മേലുള്ളിടത്തോളം കാലം മറ്റൊരുത്തർ എന്നെ വശീകരിക്കാൻ പറ്റത്തില്ല. ആ മോതിരം എന്താ? പരിശുദ്ധാത്മാവെന്ന മോതിരം. അതെന്റെ മേലുണ്ട്, അത് ഞാൻ ധരിച്ചിരിക്കുക, അതെന്റെ അകത്തുണ്ട്. മാത്രമല്ല എന്റെ മണവാളൻ ഞാൻ ധരിച്ചിരിക്കുക. ആ മണവാളന്റെ മുമ്പിൽ നീ ഏത് പല്ലക്കിൽ ഏത് സ്വർണത്തെ കൊണ്ടുവന്നാലും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അവർക്കൊന്നും മനസ്സിലായില്ല. തോടി പറഞ്ഞു, നിന്റെ പയ്യൻ ആരാ? സ്വത്രം, എന്റെ പയ്യൻ ആടുകളെ മേയ്ക്കുന്ന, വളഞ്ഞ വടി കുത്തി നടക്കുന്ന ഒരു ചക്കനാന്റെ പയ്യൻ. ആരാ പയ്യൻ? ആടുകളെ മേച്ച് ഒരു വളഞ്ഞ വടി ഊന്നി നടക്കുന്ന ഒരു ചെക്കനാണ് എൻ്റെ പയ്യൻ. തോഴി ഒരു തട്ട് കൊടുത്തിട്ട്, മോശമായല്ലോ, ഇടയ പയ്യനോ നിന്റെ പയ്യൻ? ഇതുപോലൊരു പയ്യനെ ഇനി കിട്ടാൻ ഇല്ല. സ്വത്രം. അപ്പൊ പറഞ്ഞില്ല, എൻ്റെ പയ്യനെ കുറിച്ച് നിനക്കറിയണോ? എന്നാ വാ. എന്റെ പയ്യനെ കുറിച്ച് അറിയണോ? എന്നാ വാ. ആ തോഴിയെ വിളിച്ച് പല്ലൊക്കെ എവിടെ നിൽക്കുക? സ്വർണം കൊണ്ടുള്ള മഞ്ച എവിടെ നിൽക്കുക? മുറ്റത്ത് പയ്യ ഒരുങ്ങി വന്നിരിക്കുന്നു.
നിൽക്കുന്നു, ആരോഗ്യ ദൃഢഗാത്രൻ, സുന്ദരൻ, ലോകസുന്ദരൻ വന്ന് നിൽക്കുക, ലോകസുന്ദരൻ. സ്തോത്രം. ഇവള് പറയുന്നു, വാ, ഞാൻ എൻ്റെ ഇടയ പയ്യനെ കുറിച്ച് പറഞ്ഞുതരാം, വാ. അവിടെ പിടിച്ച് നേരെ നാരകത്തിന്റെ ചുവട്ടിലേക്ക് പോയിട്ട് പറഞ്ഞു, ഈ നാരകം നീ കണ്ടോ? ഈ നാരകത്തിന്റെ ചുവട്ടിൽ വെച്ച് എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചു. പ്രസവത്തിൽ അമ്മ എന്നെ നഷ്ടപ്പെട്ടു, എൻ്റെ അമ്മ എനിക്ക് നഷ്ടപ്പെട്ടു. പൊക്കൽ കൊടി മുറിക്കാൻ എനിക്ക് ആരുമില്ല. ജീവൻ കിട്ടാതെ ഞാൻ ആ നാരകത്തിന്റെ ചുവട്ടിൽ കിടന്ന് അലറി വിളിക്കുമ്പോൾ ഒരു ഇടയ ചക്കൻ എത്രയോ മൈലുകൾക്ക് അപ്പുറം നിന്ന് എന്റെ ശബ്ദം കേട്ടിട്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ഓടി വന്ന് തലമുത്തിന് താഴെ വീണ് തലയിൽ മുള്ളുകളുമായി എന്റെ ജീവനെ രക്ഷിക്കാൻ എന്റെ അടുക്കൽ ഇറങ്ങി വന്ന് പൊക്കൽ കൊടി മുറിച്ച് എണ്ണ എടുത്ത് എന്നെ കഴുകി തൈലം പൂശി എന്നെ മെനഞ്ഞ് എന്നെ പണിത് കൊണ്ടുവന്ന ഒരു ഇടയ ചക്കനുണ്ട്. അവനെ നീ കണ്ടാൽ നീ മഞ്ചത്തിൽ കൊണ്ടുവന്ന പയ്യനെ പോലെ അല്ല, സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ആരോഗ്യ ദൃഢഗാത്രത്തിന്. അവൾ പറഞ്ഞു കൊടുത്തു, നീ കൊണ്ട് മഞ്ചത്തിൽ വന്നിരിക്കുന്ന ചെക്കന്നെ അവൻ സ്വർണത്തിലായിരിക്കും ഇരിക്കുന്നത്, സ്വർണത്തിൽ കുളിച്ചായിരിക്കും ഇരിക്കുന്നത്. എന്നാൽ എന്റെ ഇടയ ചക്കന് ഈ ലോകത്തിലുള്ള മണവാളന്റെ കൂട്ടത്തിൽ കൊണ്ട് നിർത്തിയാൽ എന്റെ ഇടയ ചക്കന്റെ അടുക്കൽ എട്ടാവട്ടത്തെ എത്താൻ ഒരു പുരുഷൻ ഈ ഭൂമിയിലില്ല. നിർമ്മലന്, പരിശുദ്ധന്, പാപമില്ലാത്തവന്, പാവിക്ക് വേണ്ടി വരച്ചവന്, മുൾക്കിരീടമേറ്റവന്, വീട് വെടിനേറ്റ് നടന്നവന്, പാവിയെ ചേർത്ത് പിടിച്ചവന്, 10,000 സുന്ദരന്, മാനത്ത് കൊഞ്ചച്ച കെട്ടിയന്, എൺമയും ചുവപ്പ് ഉള്ളവന്, ഇരുന്നവൻ ഇരിക്കുന്നവന്, വരുന്നവന്, മരണത്തെ ജയിച്ചവന്, അവനാണ് എന്റെ ഭർത്താവ്. ഞാൻ അവനെ ധരിച്ചിരിക്കുക. ഇന്ന് പകൽക്കാലം ആ മഞ്ചത്തെ പറഞ്ഞുവിട്, ആ പല്ലക്ക് പറഞ്ഞുവിട്, ആ സ്വർണം കൊണ്ടുള്ള പല്ലക്ക് പറഞ്ഞുവിട്, മഞ്ചത്തെ തിരിച്ചയക്ക്. പല്ലക്ക് ചുവന്നവരോട് പോയി പറ, എന്നെ അവനെ കിട്ടത്തില്ലെന്ന് പറ. ലോകത്തിലെ മണവാളന് വേണ്ടി ഉള്ളതല്ല ഞാൻ, ക്രിസ്തു എന്ന മണവാളന്റെ മണവാട്ടിയാ. ഇന്ന് പകൽക്കാലം അയോഗ്യരായ എന്നെ യോഗ്യതയുള്ളവനാക്കുവാൻ യേശു വന്നു. അവളെ യോഗ്യതയുള്ളവനാക്കുവാൻ യേശു ക്രിസ്തു വന്നു. അവളിൽ ഇറങ്ങി രക്തം കൊണ്ട് കഴുകി അവളെ സ്വന്തമാക്കി. ഇന്നിനകത്തിരിക്കുന്ന പൈതലെ, എന്നെ നിന്നെ ആ നാഥൻ സ്വന്തമാക്കി. ആ മുദ്ര മോതിരമിട്ടിരിക്കുന്നു. യേശു വരുമ്പോൾ അവനോട് കൂടെ കയറി പോകണം. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, ആ യേശുവിനായി ഒരുങ്ങിയിട്ടുണ്ടോ?